എന്നെ ഒരു എഴുത്തുകാരിയാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കാരണം ഞാൻ ഏത് കമ്പനിയിൽ പോയിട്ട് ആ കമ്പനി ബാൻ ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള വിവാദ സ്റ്റേറ്റ്മെന്റ് വേണ്ടത്. ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ആക്സിഡന്റൽ റൈറ്റർ ആണ് എന്നുള്ളത്. പേടിയുണ്ടോ? പേടിയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ പുസ്തകം ഇറക്കുക എന്ന് പറയുന്നത് അത്ര വലിയൊരു ഭാരിച്ച ചിലർക്ക് മാത്രം സ്വായത്താക്കാവുന്ന പറ്റുന്ന ഒരു കാര്യമല്ല. എഴുത്തുകാരെന്ന് പറയുന്നത് എന്തോ വലിയ കുമ്പുള്ള ആളുകളൊന്നും അല്ല, നമ്മളെപ്പോലെ സാധാരണക്കാരായ ആളുകളാണ് എന്നുള്ളൊരു ഫീൽ ആളുകൾക്ക് കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. തുടങ്ങിയോ? ഞാൻ പ്രാക്ടീസ് ചെയ്യാണ്. വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകത്തിന് ശേഷം രണ്ടാമത്തെ പുസ്തകം വന്നിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ആദ്യത്തെ കഥാസമാഹാരമാണ്, അഭിജിത്തിന്റെ ആദ്യത്തെ കഥാസമാഹാരമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് മൊത്തത്തിൽ കഥാസമാഹാരങ്ങളെ, കഥയ്ക്കൊക്കെ നല്ല റിവ്യൂസ് കിട്ടുന്നുണ്ടോ? വായനക്കാർ ഉണ്ടോ? എന്ത് തോന്നുന്നു? അതെ, എനിക്ക് തോന്നുന്നു കഥാസമാഹാരം വന്നതിന് ശേഷം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിവ്യൂസും, പ്രത്യേകിച്ച് നമ്മൾ വളരെ യങ് പ്രതീക്ഷിച്ചാരും വായിക്കില്ല. അതല്ല, ഞാൻ കുറച്ചും കൂടെ മീൻസ് ഇത്രയും യങ് ആയിട്ടുള്ള കുട്ടികളൊക്കെ അത് വായിച്ച് അതിനെപ്പറ്റി അഭിപ്രായം പറയുക, അതുപോലെ നല്ല പ്രായം ചെന്നവർ അതിനെപ്പറ്റി, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ആക്ച്വലി. പ്രത്യേകിച്ച് കഥകൾ, ഇപ്പം കഥകളൊക്കെ കുട്ടികൾ വായിച്ച് അതിനെപ്പറ്റി ഡീപ്പായിട്ട് അഭിപ്രായം പറയുന്നതെന്ന് ഞാൻ അങ്ങനെ ഈ അടുത്ത കാലയളവിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ എന്നെ ഞെട്ടിപ്പിച്ചത് അങ്ങനെയാണ്. ഇമെയിൽ അയക്കുന്ന കുട്ടികൾ, ഫോൺ വിളിച്ച് കുട്ടികളൊക്കെ കഥ വായിച്ചിട്ട് വളരെ ഡീപ്പായിട്ട് അഭിപ്രായം പറയുന്നുണ്ടോ? അതെ, ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ കുറച്ചും കൂടെ കൗതുകപ്പെടുത്തിയ ഒരു കാര്യം അതാണ്. പല കഥകളും വായിച്ച് അതിലെ സ്ത്രീ കഥാപാത്രത്തെ പറ്റി പറയുന്നതും, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ലെയർ, അവരുടെ സൈഡിലുള്ള ലെയറിനെ പറ്റി അത് പറയുന്നതൊക്കെ നിന്നേക്കൊക്കെ അങ്ങനെ കുറെ കണക്ട് ചെയ്യാൻ പറ്റിയിരിക്കും. അപ്പൊ അത്തരം അനുഭവം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അതെനിക്ക് ഈ പുതിയ വർഷത്തിലും ഒക്കെ അതൊരു കുറച്ചുകൂടെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്തു. അത്ര ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, എന്തായാലും ഒരുപാട് വായനക്കാരെ കിട്ടുന്നുണ്ട്. എങ്ങനെയുണ്ട് ബ്ലഡ് റെവല്യൂഷൻ? ബ്ലഡ് റെവല്യൂഷൻ പുസ്തകത്തിന്റെ ജീവിതം ജീവിക്കുന്നു. എനിക്കങ്ങനെ വലിയ റിവ്യൂ അഭിപ്രായങ്ങളോ ഒന്നും അങ്ങനെ ആരും വിളിച്ച് പറയുന്നൊന്നുമില്ല. പുസ്തകം മാർക്കറ്റിൽ വന്നു, അപ്പൊ അത് ഇത്രയും നാൾ നമുക്ക് വലിയ റെവല്യൂഷൻ ആയില്ല, വലിയ റെവല്യൂഷൻ ഒന്നും ഉണ്ടാക്കില്ല. അത് അതിന്റെ ഒരു സഞ്ചാരം. അപ്പോൾ അതെ, എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഹാരി പോട്ടർ സീരീസ് ഒക്കെ പോലെ ഈ ബുക്കിൻ്റെ സീരീസ് മാത്രം എഴുതി ജീവിക്കേണ്ടി വരുന്നു. കാരണം സെക്കൻഡ് പാർട്ട് ഇറക്കുന്നത് ഒരു റിസ്ക് ആയിരുന്നു ആക്ച്വലി. കാരണം അത്യാവശ്യം നന്നായിട്ടൊരു അഭിപ്രായമുള്ള ഒരു ബുക്കിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അത്ര എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ നിന്നുകൊണ്ട് ആ ബുക്ക് എഴുതാമെന്ന് പറയുന്നത് തന്നെ എനിക്കൊരു പ്രഷർ തന്നെയായിരുന്നു. അപ്പോൾ ഈ ബുക്ക് നന്നായിട്ട് സെല്ലായിക്കൊണ്ടിരുന്ന ഒരു പോയിന്റിൽ സെക്കൻഡ് പാർട്ട് വരാം എന്നുള്ളൊരു ഒപ്പീനിയൻ വന്നപ്പോൾ അത് വേണ്ട, നമുക്ക് സാറ്റിസ്ഫൈ ആവുന്ന ഒരു സ്റ്റോറി വരുമ്പം ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ഒരു സമയം എടുത്തത് ചെയ്തത്. അപ്പോൾ ഇതൊരു 30,000 കോപ്പിയാണ് നമ്മൾ ഫസ്റ്റ് എഡിഷനായിട്ട് ഇറക്കി. അതൊരു 1 മന്ത് കൊണ്ട് നമുക്ക് 50,000 കോപ്പികൾ നമ്മൾ വീണ്ടും അടിക്കേണ്ടി വന്ന് പോവാണ്. അത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ ബുക്ക് ഒരു 2 ലക്ഷം കോപ്പി പോയി എന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ കോർ റീഡേഴ്സായിട്ട് കാണുന്നത് ഒരു 10,000, 20,000, 50,000 ആളുകളെയാണ്. അപ്പോൾ ഈ ബുക്ക് ഇറക്കുമ്പോൾ ഞാനൊരു 50,000 കോപ്പിയെങ്കിലും ഒരു 1-2 ഇയറിൽ വിൽക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മളത് ഇറക്കുന്നത്. പക്ഷെ ഒരു 1 മന്തിൽ തന്നെ ഇത്രയും കോപ്പി പോവാന്ന് പറയുന്നത് അത് എനിക്കൊരു സത്യം ഇത് റിയൽ ആണോ എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എല്ലാവരും സെക്കൻഡ് പാർട്ട് ഇറങ്ങി തേർഡ് പാർട്ട് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. റിയലാണ്, റിയൽ. അപ്പോൾ നമുക്കത് ആസ് എൻ ഓതർ എന്നുള്ള രീതിയിൽ ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു 2022 ഞാൻ വർക്കല പോയിട്ടാണ് എൻ്റെ ന്യൂ ഇയർ ആഘോഷിച്ചത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ഉറങ്ങി ഒരു 3-4 മണിയായപ്പോൾ ഞാൻ വർക്കല ബീച്ച് ക്ലിഫിനോട് ചേർന്നിട്ടുള്ള റിസോർട്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാനിങ്ങനെ എൻ്റെ ഡയറി എടുത്തിരുന്നിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ ഞാനത് വെറുതെ എടുത്ത് വായിച്ചു നോക്കി. അപ്പോൾ അതിലിങ്ങനെ എഴുതിയിട്ടുള്ളത്, എന്നെങ്കിലും ഞാനൊരു എഴുത്തുകാരിയാവോ, ഇതായിരുന്നില്ല, എന്തെങ്കിലും ഞാനൊരു എഴുത്തുകാരിയാവോ, എനിക്ക് ഒരു കഥ എഴുതണമെന്നുണ്ട്, എനിക്ക് ആ കഥ കൊൽക്കത്തയിൽ പോയിട്ട് എഴുതണമെന്നുണ്ട്. അപ്പോൾ അറിയില്ല, മേ ബി നെക്സ്റ്റ് ഇയറിൽ ഞാൻ ഈ ബുക്ക് ഡയറി എഴുതാനിരിക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ബുക്ക് ഉണ്ടായാൽ കൊള്ളാമായിരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു 35 വയസ്സുള്ള നിന്നെ അച്ചീവ് ചെയ്യുന്ന ഞാൻ സ്വപ്നം കണ്ട കാര്യങ്ങളാണ്, അതിനേക്കാളും മേലെയാണ് ഇപ്പോൾ ഈ ഒരു 2 വർഷത്തിൽ ലൈഫിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ലൈഫ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസസ് ആൻഡ് മിറാക്കിൾ എന്ന് പറയുന്ന പോലെ അപ്പം ഞാൻ ആ ഒരു സ്വപ്ന ലോകത്താണ് ആക്ച്വലി. ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് ഒരു എഴുത്തുകാരിയായതാണ്.
അല്ല, ഞാൻ പറയില്ല, എൻ്റെ ഗതികേടുകൊണ്ട് എഴുത്തുകാരിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. എഴുത്തെന്ന് പറയുന്നത് ഞാനൊരു പ്രൊഫഷനായിട്ട് ഒരിക്കലും ചൂസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ വളരെ ഹാപ്പിലി ഒരു 9 to 5 ജോബ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാനിത് എല്ലായിടത്തിലും പറയുന്ന കാര്യമാണ്. ഹാപ്പിലി 9 to 5 ജോലി ജീവിച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ്. ഇല്ല, ഹാപ്പിലി 9 to 5. എനിക്കൊരു 1 lakhന്റെ മേലെ പാക്കേജ് ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ടിക്ടോക്കിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. 1 lakhന് മേലെ പാക്കേജ് ഉണ്ട്. 1 lakhന്റെ മേലെ പാക്കേജ് ഉണ്ടായിരുന്നു. ടിക്ടോക്കിന്റെ കമ്പനിയാണ് വർക്ക് ചെയ്തിരുന്നത്. ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു അത്. അപ്പൊ ഞാൻ പറയും, എന്നെ ഒരു എഴുത്തുകാരിയാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കാരണം ഞാൻ ഏത് കമ്പനിയിൽ പോയിട്ട് ആ കമ്പനി ബാൻ ചെയ്യും. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തൊരു 3 കമ്പനി തുടരെ ബാൻ ചെയ്തപ്പോൾ ശരി, എനിക്ക് പഠിക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫുൾ ടൈം റൈറ്റിങ്ങിലോട്ട് ഇറങ്ങുന്നത്. അപ്പം അങ്ങനെ എനിക്ക് റൈറ്റർ ആവണം എന്നുള്ളൊരു പാഷൻ കൊണ്ടൊന്നും വന്നിട്ടുള്ള ഒരാളല്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ബുക്ക് എഴുതണം. അതെൻ്റെ ഒരു 4ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഫുൾഫിൽ ചെയ്യാതെ പോയിട്ടുള്ള ഒരു ഡ്രീമിനെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്നല്ലാതെ അത്രയ്ക്ക് എൻ്റെ ഉള്ളൊരു എനിക്കൊരു സ്റ്റോറി ടെൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ ഈ ജോലിക്ക് പോയ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട് എഴുത്തിലോട്ട് വന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ എഴുത്തിലോട്ട് വന്ന സമയത്ത് ഞാൻ എൻ്റെ സാധ്യതകളെ ഞാൻ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ എന്തൊക്കെ നെഗറ്റീവായിട്ട് വന്നാലും നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുക, അതിൽ മാക്സിമം നമ്മൾ ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് ഞാൻ ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു പ്രൊഫഷനോട് ഞാൻ 100% സിൻസിയറായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു വിശ്വാസമുണ്ട്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി എന്നൊക്കെ പറയുന്നത് താങ്കളൊരു എഴുത്തുകാരിയാക്കിയ, അങ്ങനെ ആരെങ്കിലും എഴുത്തുകാരനാക്കിയ? അത് ഞാൻ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ആക്സിഡൻ്റൽ റൈറ്ററാണ് എന്നുള്ളത്. അപ്പോൾ നിലമേ കോളേജിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, ചെറിയ കോളേജാണ്, അപ്പോൾ ഈ സാഹിത്യ ക്യാമ്പ്, സാഹിത്യ സംബന്ധമായ എന്തെങ്കിലും പരിപാടി വരുമ്പോഴത്തേക്ക് അത് കിട്ടുന്നത് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിന്. നമ്മൾ കുറച്ച് പേരെ അവിടെ ഉണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് ഇതൊക്കെ ഉത്തരവാദിത്തം എവിടെയെങ്കിലും ക്യാമ്പിന് പോകുക ഉള്ളത് ആൺകുട്ടികളിൽ നിക്ഷിപ്തമായ പരിപാടിയാണ്. അപ്പോൾ ആകെ 4-5 പേരെ ക്ലാസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പിന് ഇങ്ങനെയൊക്കെയുള്ള വിവാദ സ്റ്റേറ്റ്മെൻറ്റുകൾ വേണ്ടത് അങ്ങനെ അല്ല, ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞതാട്ടോ, ഇങ്ങനെ ആ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പിന് പോകേണ്ടി വന്നു. അപ്പോൾ ക്യാമ്പിന് എൻട്രി കിട്ടണമെങ്കിൽ ഒരു കഥ എഴുതിയേ പറ്റുള്ളൂ. കഥയോ കവിത എന്തെങ്കിലും എഴുതിയാൽ മതി. അപ്പം അങ്ങനെ ഒരു തട്ടിക്കൂട്ടിലൊരു കഥ എഴുതി കൊടുത്തു. അത് PV ഷാജികുമാർ ആയിരുന്നു എൻ്റെ ക്യാമ്പ് ഡയറക്ടർ. അപ്പം അന്ന് ഷാജിയേട്ടൻ തട്ടിയിട്ട് പറഞ്ഞു, എടാ ഇത് നല്ല കഥയാണ്. അതെ അതെ. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ എഴുതി എന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് എഴുതി. അപ്പം ഞാൻ ആ കഥ കൊണ്ടുവന്ന് ഒരു കോളേജ് മാഗസീനിലാണല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റുക. അപ്പം അങ്ങനെ കൊടുത്തു. അപ്പോൾ അത് പക്ഷേ അത് വേറൊരാളുടെ പേരിൽ അച്ചടിച്ച് വന്നേ. അപ്പം അങ്ങനെ അത് ഭയങ്കര വിഷമമായിട്ടാണ് ഞാൻ പിന്നീട് ഒരു കഥ കൂടി എഴുതുന്നത്. അതാണ് പിന്നെ ദേശാഭിമാനിലൊക്കെ അച്ചടിച്ച് വന്നു, പിന്നെ എഴുത്തൊക്കെ ആയിട്ട് മാറി. ഓക്കെ, എന്തായാലും പുതിയ കാലത്തെ മലയാളത്തിലെ എഴുത്തുകാരാണ്. അപ്പോൾ പുതിയ കാലത്ത് മലയാളത്തിൽ ഒരുപാട് 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 പുതിയ പുസ്തകങ്ങളും പുതിയ എഴുത്തുകാരും ഒക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ പുസ്തകങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഈ പുസ്തകങ്ങളുടെ ഒരു ഓവർ ഫ്ലഡിങ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് എഴുത്തുകാർ. ഇപ്പം മലയാളി വായനക്കാരെന്ന് പറയുന്നത് അറിയാമല്ലോ, അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ഒരു ഭാഷയിൽ. ആ ഭാഷ സംസാരിക്കുന്ന, വായിക്കുന്ന, എഴുതുന്ന ആളുകളെന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. പക്ഷേ ഒരുപാട് പുസ്തകങ്ങൾ അതേസമയം ഉണ്ടാകുന്നു. ഒരുപാട് വെബ് സീരീസുകൾ ഉണ്ടാകുന്ന പോലെ തന്നെ പുസ്തകങ്ങൾ ഉണ്ടാകുന്നു. എങ്ങനെയാണ് അതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ പുസ്തകം ഇറക്കുക എന്ന് പറയുന്നത് അത്ര വലിയൊരു ഭാരിച്ച, ചിലർക്ക് മാത്രം സ്വായത്താക്കാവുന്ന പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ ഒരു വ്ളോഗ് ചെയ്യുന്നത് പോലെ, റീൽസ് എടുക്കുന്നത് പോലെ നമുക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനുള്ള സാധ്യതകൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമ്മുടെ ചുറ്റും ഇപ്പോൾ ഉണ്ട്. ഇപ്പം നമുക്ക് ഒരു എഡിറ്ററിനെ കാത്തു നിൽക്കണ്ട, നമുക്ക് ഒരു പബ്ലിഷറിൻ്റെ എന്താ പറയുക, അവരുടെ ദിവസങ്ങൾ നമ്മളിങ്ങനെ കാത്തിരിക്കണ്ട. നമുക്ക് അതിനുള്ള സോഴ്സസ് ഉണ്ട്, സാധ്യതകളുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ ഒരു പുസ്തകം പുറത്തിറക്കാം. പിന്നെ കുറേ കൂടെ എന്താ പറയുക, ആദ്യമൊക്കെ ആയിട്ട് എഴുതുന്ന ആളുകളിലേക്കും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജേണറുകളിലും ബുക്കുകളിലേക്കും ഒക്കെ പബ്ലിക്കേഷൻസും എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പബ്ലിക്കേഷൻസും ഉണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലും ബ്ലോഗുകളായിട്ടും ഫേസ്ബുക്കിലായിട്ടും അങ്ങനെ ഇഷ്ടം പോലെ ഈ മീഡിയയിലൊക്കെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ എഴുത്തുകാർ തന്നെയാണ്. ഇതൊക്കെയാണ് പിന്നീട് പുസ്തകമായി മാറുന്നത്. അപ്പോൾ നമുക്ക് രാജശ്രീ ടീച്ചറുടെ കല്യാണി എന്ന ദാക്ഷായണിയുടെയും കഥ, അത് ആദ്യമായിട്ട് വന്നത് ഫേസ്ബുക്കിലാണ്. അത് ഒത്തിരി റീഡേഴ്സ് ഉണ്ടായതിനു ശേഷമാണല്ലോ അത് പുസ്തകമായി മാറിയത്, സാഹിത്യ അക്കാദമി അവിടെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ വരുന്നുണ്ട്, സീരിയസ് റീഡിങ്സുള്ള പുസ്തകങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എഴുത്തുകാരാവാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഒരുപാടൊന്നും അധ്വാനിക്കാതെ
അധ്വാനിക്കാതെ നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, സോറി. അല്ല, ഞാൻ ഇത് നിങ്ങളുടെ ഒരു റീല് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിരുന്നു. ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന്റെ തലേ ദിവസത്തെ മീൻസ് ഒരാഴ്ചയോളം ഉറങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതായത് എഴുത്തുകാരെ കുറിച്ച് പൊതുവിലുള്ള ഒരു അഭിപ്രായം എന്താ വെച്ചാൽ കുറച്ച് ലേസി ആയിട്ടുള്ള മനുഷ്യരാണ്, അത്ര സിസ്റ്റമാറ്റിക് അല്ലാത്ത മനുഷ്യരാണ്, ഇങ്ങനെയുള്ള പല ആരോപണങ്ങളും ഉണ്ട്. പക്ഷേ ആ റീലിനകത്ത് ഞാൻ കണ്ടതെന്താ വെച്ചാൽ മറ്റേ ഭയങ്കരമായിട്ട് ജിമ്മിൽ അധ്വാനിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എന്താ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഫസ്റ്റ് ഇട്ടേക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹൗ ടു പബ്ലിഷ് എ ബുക്ക് എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് തോന്നി ഈ ഒരു 2 വർഷത്തിന് ശേഷമാണ് ഇപ്പം എല്ലാവരും എഴുത്തിലോട്ട് വന്നു തുടങ്ങിയത്. ഇപ്പം ഞാൻ എഴുതി തുടങ്ങുന്ന ഒരു സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യേണ്ടതെന്ന്. ഞാൻ പല സ്ഥലത്തും ഞാൻ എഴുതും, അല്ലെങ്കിൽ എനിക്ക് എഴുതി ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ആദ്യം കേട്ടുള്ള ക്വസ്റ്റ്യൻ, വീട്ടിലാരാ എഴുതുന്നത്, എന്താണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ കുറേ തവണ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ പല സ്ഥലത്തും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുന്നത് എഴുത്ത് എന്ന് പറയുന്നത് ഒരാളുടെയും കുത്തകയല്ല, എല്ലാവർക്കും എഴുതാം, എല്ലാവർക്കും സിനിമ പിടിക്കും. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ സിനിമ പിടിക്കാൻ പോകുന്നത് എല്ലാവരും എഴുതട്ടെ. ഇത് ഒരു ബേർഡൻ ആവുന്നില്ല, ആർക്കും ഇതൊരു ബേർഡൻ ആവുന്നില്ല, എല്ലാവർക്കും ഒരുപോലെ കോഎക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എഴുത്തും വായനയും കുറച്ചുകൂടി ജനാധിപത്യപരമായി എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പം ഞാൻ ഇപ്പം എനിക്ക് തോന്നുന്നു ആർക്ക് വേണമെങ്കിലും ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ നാട്ടിലുണ്ട്. ഞാൻ ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ ഞാനൊരു കേരളത്തിലൊരുവിധം എല്ലാ പ്രസാധകരുടെയും വാതിലിൽ മുട്ടിയിട്ട് റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു പുതിയ പബ്ലിക്കേഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ബുക്കായിട്ടാണ് എൻ്റെ ബുക്ക് വരുന്നത്. അപ്പോൾ ആ ജേർണി ഒട്ടും ഈസി ആയിരുന്നില്ല. പിന്നെ ഞാൻ ആലോചിക്കുന്നത്, ഞാനൊരു ബുക്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആസ് എ റൈറ്റർ എൻ്റെ ഒരു ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം എൻ്റെ ലാസ്റ്റ് ബുക്ക് ഇറങ്ങിയ സമയത്ത് നമുക്കൊരു 10,000 മേലെ പ്രീ ബുക്ക് വന്നായിരുന്നു. അപ്പോൾ ഈ പ്രീ ബുക്ക് 10,000 സൈൻ ചെയ്ത് അയക്കണം. അപ്പോൾ നമ്മളൊരു 1 വീക്ക് ഇരുന്ന് സൈൻ ചെയ്ത്, അതേപോലെ നമ്മുടേത് പറഞ്ഞാൽ ചെറിയൊരു പബ്ലിക്കേഷൻ, നമുക്കൊരു 10 സ്റ്റാഫേ ഉള്ളൂ, അവരെ കൊണ്ട് ഇത്രയും ബുക്ക് പാക്ക് ചെയ്യുക, ആമസോണിൽ അയക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാനൊരു എഴുത്തുകാരനെ, ഞാൻ കസേരയിട്ട് ഇവിടെ ഇരിക്കാമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അപ്പം ഞാൻ ആ ഒരു 1 വീക്ക് നമ്മൾ അവിടെ പോയി രാത്രി 2 മണി വരെ ഇരുന്ന് പാക്ക് ചെയ്ത് സൈൻ ചെയ്ത്, ആൻഡ് അതെനിക്ക് ഹാപ്പിനെസ്സും തരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് സോഷ്യൽ മീഡിയയിൽ ഞാൻ പറയുന്ന സമയത്ത് ആൾക്കാർക്ക് അത് കുറച്ചുകൂടി റിലേറ്റബിൾ ആവുകയാണ്. ഇങ്ങനെയൊക്കെയാണോ ഇതിൻ്റെ പിറകിൽ നടക്കുന്നത്, എഴുത്തുകാരെന്ന് പറയുന്നത് എന്തോ വലിയ കുമ്പുള്ള ആളുകളൊന്നും അല്ല, നമ്മളെപ്പോലെ സാധാരണക്കാരായ ആളുകളാണ് എന്നുള്ളൊരു ഫീൽ ആളുകൾക്ക് കൊടുക്കണം എന്നെനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്കിൻ്റെ ഒരു ബാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്കും കുറച്ചുകൂടി കണക്ട് ചെയ്യാനും റിലേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ എനിക്കിപ്പോൾ ഇത്രയും ബുക്കിൻ്റെ ഓർഡേഴ്സ് വന്നതുകൊണ്ടാണ് ഇത്രയും വർക്ക് വരുന്നത്. അതല്ലെങ്കിൽ പോലും ഇപ്പോൾ ഏതൊരു ബുക്കാണെങ്കിലും അതിൻ്റെ ബാക്കിൽ വരുന്ന ഒരു എഡിറ്റിങ് കാര്യങ്ങൾ, ഇതൊക്കെ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ജനാധിപത്യപരമായിട്ടുണ്ട് ഇപ്പം. പിന്നെ ഇവിടെ ഞാൻ വായിച്ച പോലെ കള്ളും കഞ്ചാവും ഒന്നും ഇല്ലല്ലോ, വേണമെങ്കിൽ കത്തിച്ച് കളയാം, അത്രേ ഉള്ളൂ. ബുക്ക് ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല, ബുക്ക് ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല, അതൊരു കാര്യമാണ്. അപ്പം അത് ഒരു നല്ല കാര്യമായിട്ട് പോസിറ്റീവായിട്ട് ഞാൻ അതിനെ നോക്കിക്കാണും. എല്ലാവരും എഴുതട്ടെ, എല്ലാവരും പാടുന്നു പറഞ്ഞ. പക്ഷേ ആദ്യത്തെ പുസ്തകം തന്നെ ഒരു പ്രമുഖ പ്രസാധകനിലൂടെ കൊണ്ടുവരാൻ പറ്റിയ ഒരാളാണ് നിങ്ങൾ, അല്ലേ? അതെങ്ങനെയുണ്ടായിരുന്നു? ഒരു DC ബുക്സ് തന്നെ ആദ്യത്തെ പുസ്തകം ഇറക്കുന്നു, അപ്പോൾ അതിന് കിട്ടുന്ന റെക്കഗ്നിഷൻ അത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ നിൽക്കുന്ന ജൈൻസ് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആയിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് നമ്മൾ പേരുണ്ടോ സ്ഥാപിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചില്ല. പക്ഷേ ഞാൻ ഈ പുസ്തകങ്ങൾ ഒരുപാട് വരുന്നതിനെ തീർച്ചയായിട്ടും അതിൽ ജനാധിപത്യപരമായിട്ടൊരു വലിയ ഒരു മാറ്റമുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പല ധാരണകളെയും തിരുത്തി എഴുതുന്നതും അത്തരത്തിലുള്ളൊരു മുന്നേറ്റമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഇപ്പോൾ 2000കളുടെ തുടക്കത്തിൽ വലിയ ചർച്ചയായിട്ട് ഈ ബ്ലോഗുകൾ, അതുപോലെ തന്നെ ഈ ബ്ലോഗ് എഴുത്തുകൾ, ഓൺലൈനിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടായി വന്നിരുന്നു. ആ സമയത്ത് നമ്മൾ കരുതിയത് ഇനി എല്ലാം ഓൺലൈനാണ് ഭരിക്കാൻ പോകുന്നത്, ഇനി അത്തരത്തിലുള്ള എഴുത്തുകളാണ് വരുന്നത്. 2010കളിലൊക്കെ ആ ഒരു വലിയ മാറ്റം നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും പുസ്തകങ്ങൾ, പേപ്പർ, ആ ഒരു ട്രഡീഷൻ, ആ ഒരു ഭൗതികതയിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് യാത്ര പോകുന്ന ആളുകൾ, അതുപോലെ വിഷ്വൽ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്ത് എടുത്ത് നമ്മളെ നരേഷനോടുകൂടി അവതരിപ്പിക്കാൻ പറ്റുന്ന വ്ളോഗിങ് ചെയ്യുന്നത്, അവരൊക്കെ പുസ്തകം എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആളുകൾ വായിച്ചിട്ടിടാ, ഇത് പറ്റുന്നില്ല, വായിച്ചു പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭാഷ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. അതേസമയത്ത് അവർ വളരെ നല്ലതുപോലെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ പുസ്തകം ഇറക്കുക എന്ന് പറയുന്നത് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ അതൊരു ട്രെൻഡായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ മറ്റതിലേക്ക്, ഈ ഒരു മീഡിയം മാറ്റത്തിലേക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സാങ്കേതിക വിദ്യയൊക്കെ അത്രയും എക്സൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്താണോ എക്സൽ ചെയ്യാൻ പറ്റുന്ന മീഡിയം അതിൽ തന്നെ ചെയ്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് കുറേ ആളുകളും പുതിയ കുട്ടികളും ഒക്കെ പുസ്തകങ്ങൾ ഇറക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പലരും നോക്കുമ്പോൾ അവരൊക്കെ
കിട്ടില്ല കണ്ടന്റുകൾ വീഡിയോ ആയിട്ടും മറ്റുമായിട്ടൊക്കെ ചെയ്യുന്നത്, നരേഷനായിട്ടും ഒക്കെ. അപ്പോൾ അവരുടെ ഒരു നമുക്ക് എന്തിനാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളത്. പുസ്തകം ഇറക്കുന്നവർക്ക് പുസ്തകം ഇറക്കാം. അതേസമയത്ത് ഇപ്പോൾ പുസ്തകം ഇറക്കുന്നത് വലിയൊരു കാര്യമാണെന്ന് വിചാരിക്കുകയേ വേണ്ട, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇടക്കാലത്ത് നമ്മൾ പുസ്തകം കഴിഞ്ഞു, വായന കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, പിന്നെ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പഴയ ഒരു പരിസ്ഥിതിവാദിയായ ഒരു മനസ്സുകൂടി എനിക്ക് ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ, ഇപ്പോൾ എൻ്റെ തന്നെ പുസ്തകം കൂടുതൽ ഇറക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അങ്ങനെയൊക്കെ ഈ മരം വെട്ടിയിട്ട് പേപ്പർ ഉണ്ടാക്കിയിട്ട് ആ പേപ്പറിനകത്ത് മരം മുറിക്കരുതെന്ന് എഴുതുന്ന ആളുകളാണെന്ന് നമ്മൾ പറയുന്ന പോലെ നമ്മുടെ അതിനകത്തൊരു അവിടെ പരിസ്ഥിതി സ്നേഹമാണ്. അത് വളരെ എനിക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള, അപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫറെന്റ് ആയിരിക്കും. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു അത്രയൊക്കെ പോകാം. ഞാൻ മറ്റേ പറയാന്നല്ല, രണ്ടുപേരും നല്ല അനുകൂലമായ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ വിരുദ്ധമായ ഒരു അഭിപ്രായം പറയാന്ന് വെച്ചാൽ ഓക്കെ ഓക്കെ. എന്തായാലും നിങ്ങൾ പുതിയ കാലത്തെ എഴുത്തുകാരാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് പുതിയ കാലത്തെ എഴുത്തുകാരാണ്. നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് വളരെ മാറിയ ഒരു കാലഘട്ടമാണ്. എന്ത് കാര്യത്തിലാണെങ്കിലും വളരെ വ്യത്യാസങ്ങളിൽ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ പുതിയ പുതിയ വാക്കുകൾ പോലും എല്ലാ കാര്യത്തിലും പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാകുന്നു, പുതിയ പുതിയ ഡിഷുകൾ ഉണ്ടാകുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും എല്ലാം ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ കാലത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങൾ ജീവിച്ചിരിക്കുന്ന, നിങ്ങൾ എഴുത്തുകാരായിരിക്കുന്ന, ഇപ്പോൾ എഴുത്തുകാരെന്ന് പറയുമ്പോൾ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാലും സമൂഹത്തിന് അതൊരു ഹി ഓർ ഷീ ഈസ് എ റൈറ്റർ, അതിനൊരു പൊസിഷനുണ്ട്. എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞാൽ പോലും അതവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ ബഷീർ ചോദിച്ചാൽ ജീവിത യൗവന തീഷ്ണമൊക്കെ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണും? എനിക്ക് തോന്നുന്നു ഒരു ആക്സെപ്റ്റൻസിൻ്റെ കാലമാണിത്. എല്ലാവർക്കും ഒരു ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ലൈക്ക് പേഴ്സണാലിറ്റിക്ക്, നിങ്ങളുടെ ചിന്തകൾക്ക്, എല്ലാത്തിനും ഒരു ആക്സെപ്റ്റൻസ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ചേഞ്ച് കൊണ്ട് തന്നെയാണത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കാലഘട്ടത്തിൽ നിന്ന് എല്ലാ കാലത്തും ഒരു പുതുമ ഉണ്ടല്ലോ. ഒരു 10 വർഷം മുന്നേ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ബാക്കിലുള്ള വർഷം അവർക്ക് പുതിയതാണ്. അപ്പോൾ ആ ഒരു പുതുമേനെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്ന ഒരാളാണ്. ഞാൻ ഈ ഒരു കാലഘട്ടത്തിലാണ് ഒരുപാട് അൺലേൺ ചെയ്തിട്ടുള്ളത്. ലേൺ ചെയ്തതിനേക്കാളും കൂടുതൽ അൺലേൺ ചെയ്തിട്ടുള്ള ഒരു കാലമാണ്. നമ്മൾ പഠിച്ചു വെച്ചത്, നമ്മൾ മനസ്സിലാക്കി വെച്ചതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ. ഇപ്പം ഞാൻ സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പലപ്പോഴും സ്ത്രീ പുരുഷൻ എന്നുള്ള 2 ജെൻഡർ വെച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ എനിക്കത് ഓട്ടോമാറ്റിക്കലി വരില്ല, ബിക്കോസ് ഞാൻ ആ രീതിയിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ശ്രമിക്കുന്നുണ്ട്, ഒരു എഫേർട്ട് ഞാൻ പുട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ രീതിയിൽ ജെൻഡേഴ്സ് പറയുമ്പോൾ എല്ലാ ജെൻഡേഴ്സിനും ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കണം എന്നുള്ള രീതിയിൽ ഒരു എഫേർട്ട് നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും ജെൻസി പിള്ളേരുടെ പറയുകയാണ്, ജെൻസി പിള്ളേർ ശരിയല്ല, അവരുടെ കാര്യങ്ങൾ ശരിയല്ല. പക്ഷെ ഞാനവരെ ഭയങ്കര പോസിറ്റീവായിട്ട്, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട്, ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരാളാണ്. കാരണം ഞാൻ ഈ അടുത്ത് പറഞ്ഞു, എൻ്റെ ഒരു കസിൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ട്, എൻ്റെ ഒരു കല്യാണത്തിനൊക്കെ ഒരു സമയത്താണ്. അപ്പോൾ ഇവൻ്റെ ലവ് സ്റ്റോറി പറയാണ്. അപ്പോൾ ഇവരൊക്കെ, ഞാൻ ഭയങ്കര തിരക്കിൽ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവനിങ്ങനെ പറയാണ്, ഞങ്ങൾ തമ്മിൽ ഒരു സിറ്റുവേഷൻഷിപ്പിലായിരുന്നു, പക്ഷെ അവൾ എന്നെ കുഷനിങ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, ചിലപ്പോൾ ഗോസ്റ്റിങ് ചെയ്താലോ എന്ന് അറിയില്ല. എന്നിട്ട് ഇവരിങ്ങനെ പുതിയ പുതിയ വേർഡ്സ് ഇടും. അപ്പോൾ ഞാനിത് കഥയാണോ, ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുഷനിങ് എന്ന് വെച്ചാൽ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് പാരലായിട്ട് നമ്മളൊരു ബാക്കപ്പ് ഓപ്ഷൻ വെക്കുന്നതിനാണ്. ബെഞ്ചിങ് ഏകദേശം ഇതേ ഒരു പോലത്തെ ഒരു വേർഡ് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ വേർഡ്സ് ഉണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിനെ. നമുക്കിപ്പോൾ ഞാൻ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പാരലായിട്ട് എൻ്റെ കാമുകന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്കതിനെ ചതി വഞ്ചന എന്നുള്ള ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ അറിയുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് വളരെ ഡിഫൈൻഡ് ആണ്, അവരതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് റിലേഷൻഷിപ്പാണ് വേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി അവർക്കുണ്ട്. ലൈക്ക് ഒരു ലോങ് ടേം ആണോ, അല്ലെങ്കിൽ ലൈക്ക് ഐ യു ലുക്കിംഗ് ഫോർ എ മാരേജ്, അല്ലെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് ഒരു കല്യാണം വേണ്ടോ എന്ന് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം കുറച്ചുകൂടി വൈഡായിട്ട് ചിന്തിക്കുന്ന, എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യുന്ന, എനിക്ക് അങ്ങനെ ഒരു അതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ഈ ബുക്കുമായിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു യങ് റീഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊരിക്കലും നിംന വിജയ് ആരാണ്, നിംന വിജയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ, ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. എന്താണ് ഈ ബുക്കിലുള്ളത്, ഈ ബുക്കിൻ്റെ കണ്ടന്റ് എന്താണ്, അത് അവർക്ക് ആക്സെപ്റ്റബിൾ ആണോ എന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞതിൽ, അല്ലെങ്കിൽ ഈ മാറ്റങ്ങളുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. ഞാനും അവരുടെ കൂടെ ആക്ച്വലി ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അൺലേൺ ആണ് കൂടുതൽ ലേണിങ്ങിനേക്കാളും. കുറെ കൂടെ സ്പീഡായിട്ടാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ പോലും അത് നമ്മുടെ ഇഷ്ടമാണോ ശരിക്കും എന്നുള്ളതിൽ കൺഫ്യൂഷൻസ് ഒത്തിരി ഉണ്ടാവുന്നൊരു കാലമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഉടുപ്പിൻ്റെ കാര്യമാണെങ്കിൽ പോലും
ഒത്തിരി അഭിപ്രായങ്ങളും ഒത്തിരി സോഴ്സസും എന്താ പറയുക, നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസും ഇതിൻ്റെയൊക്കെ ഒരു ധാരാളിത്തം ഉണ്ട്. ഇതൊക്കെ മാർക്കറ്റിംഗ് വഴിയും സോഷ്യൽ മീഡിയ തുറന്നാലും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് പല രീതിയിൽ എത്തുന്നു. എന്തും ഈവൻ എന്ത് കാര്യത്തിലും അതുണ്ട്. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട്. ഇതൊക്കെ കമ്പാരിറ്റീവ്ലി പഴയ കാലത്ത് നിന്ന് ഓരോ ദിവസവും ഈ ദിവസത്തിൽ നിന്ന് അടുത്ത ദിവസത്തേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മളിങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ സെഡ്ജൻ സീജൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്താ പറയുക തിരിച്ച് പറയുമെങ്കിലും ഈ കാലത്ത് ജീവിക്കുന്ന ഒട്ടുമിക്ക മനുഷ്യരും പല രീതിയിലുള്ള പ്രോബ്ലംസ് ഇങ്ങനെ കുറച്ചും കൂടെ സംഘർഷാത്മകമായിട്ടൊക്കെ നമ്മൾ പല കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പം എഡ്യൂക്കേഷൻ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ വന്നിട്ടുള്ള പല പല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പം നമ്മൾ ജെൻഡറിനെ പറ്റി കുട്ടികൾ പഠിക്കുന്നു, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്താണെന്നുള്ളത് നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ കുട്ടികളൊക്കെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്നുണ്ട്. കുറേ കൂടെ പണ്ടത്തെ ഭയങ്കര കൺവെൻഷണൽ ആയിട്ടുള്ള തോട്ടുകളിൽ നിന്നും രീതികളിൽ നിന്നൊക്കെ മാറാനുള്ള ശ്രമങ്ങൾ കാണുന്നുണ്ട്. വീട്ടകങ്ങളിൽ കുട്ടികളും യുവാക്കളും ഒക്കെ പല രീതിയിൽ ഇടപെടാനും സംസാരിക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പക്ഷെ അതേസമയം ഭയങ്കര ഭീതിതമായിട്ടുള്ള ഒരു അവസ്ഥയും നടക്കുന്നുണ്ട്. തൊട്ടടുത്ത് അല്ലെങ്കിൽ തൊട്ട് മുന്നിൽ നമ്മൾ അറിയാതെ സൂക്ഷ്മമായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലരും പല രീതിയിലും ഇടപെടുന്നുണ്ട്. അതിൽ വർഗീയത വരുന്നുണ്ട്, റേസിസം വരുന്നുണ്ട്, നമ്മളറിയാതെ തന്നെ നമ്മുടെ ചുറ്റിനുള്ള പ്രകൃതിയും മണ്ണും ഒക്കെ ഒലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥകളും കുറേ നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സെൽഫ് ലവിനെ പറ്റിയിട്ട് മെൻ്റൽ ഹെൽത്തിനെയൊക്കെ പറ്റി പറയുമ്പോഴും ഇത്തരം പാരലായിട്ടുള്ള അവസ്ഥകളെ നമ്മൾ കാണാതെ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടെ ഉണ്ട്. നമ്മുടെ വായനയിലും നമ്മൾ വ്ളോഗിങ്ങിലും യൂട്യൂബിലും ഒക്കെ നമ്മുടെ ഇഷ്ടമുള്ള ടേസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ അൽഗോരിതം അതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനപ്പുറത്ത് നമ്മൾ തീർച്ചയായും അറിയേണ്ട ചരിത്രം വളച്ചൊടിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭരണകൂടം ഒരു വിഭാഗം മനുഷ്യരെ മുഴുവൻ പുറന്തള്ളാൻ ശ്രമിക്കുന്ന അവസ്ഥകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നുണ്ടോ എന്നൊരു പേടി എനിക്ക് തോന്നാറുണ്ട്. പേടിയുണ്ടോ? പേടിയേ ഉള്ളൂ. അതായത് ഈ ജെൻസിയുടെ തുടക്കത്തിൽ പെട്ടുപോയ ആളാണെങ്കിലും നമ്മൾ ഈ വളരെ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നതുകൊണ്ട് നമ്മൾ ഈ മില്ലേനിയത്തിൻ്റെ ഒരു സ്വഭാവമുള്ള ആളുകളാണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ പലരും വിചാരിക്കുന്ന ഈ ബേബി ബൂമറാമിൻ്റെ സ്വഭാവമുള്ള 60 വയസ്സുള്ള കളവന്മാരുടെ ശാരീരികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ പോലും മുട്ടുവേദന വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ തരത്തിലും സ്ട്രെയിൻഡ് ആയിട്ടുള്ളൊരു തലമുറയാണ്. ഇപ്പോൾ നമുക്ക് ശേഷം ജെൻസി വന്നു, ജെൻസി അതിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട്, ജെൻ ആൽഫ വന്നു, ജെൻ ബീറ്റ വന്നു. ഇവരൊക്കെ ഇവരുടെ ഒരു സ്പീഡും ഇവരുടെ ആ ഒരു ഇവർ ഇപ്പോൾ ടെക്നോളജി ഉപയോഗിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു വർക്ക് സ്പേസുകൾ ഉപയോഗിക്കുന്നതാണെങ്കിലും അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ തിരുത്തുന്നതാണെങ്കിലും ഇതിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിന്നെ പറഞ്ഞ പോലെ അൺലേൺ ചെയ്യുകയാണ്, ലേൺ ചെയ്യുകയാണ്. ഇതിൻ്റെ വേഗതയായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇതിൽ നമ്മൾ ശരിക്കും പേടിക്കുന്നത്. ഈ അടുത്തിടയ്ക്കൊരു പക്ഷേ ഇപ്പോൾ ഒരു കാര്യമില്ല, അതായത് ഇപ്പോൾ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ പബ്ലിക്കിലേക്ക് നിങ്ങൾ ദാറ്റ്സ് എ പ്രോഡക്റ്റ് ഓൾസോ. ബുക്ക് ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അങ്ങനെ പ്രോഡക്റ്റ് കൊടുക്കുന്ന മനുഷ്യരും കൂടിയാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ ഈ ജെൻസീൻ്റെ വേഗതയും ജെൻസീൻ്റെ ടേസ്റ്റും ട്രെൻഡും ഒക്കെ നിങ്ങളുടെ ഉള്ളിലേക്കും കൊണ്ടുവരേണ്ടുന്ന ഒരു ആവശ്യമില്ല. എന്നാൽ മാത്രമല്ല അത് എഴുത്തിൽ പ്രതിഫലിക്കുള്ളൂ. അല്ല നമുക്ക് ഇങ്ങനെ അപ്പുറത്ത് നിന്നുകൊണ്ട് നോക്കി കണ്ട് പഠിച്ച് ചെയ്യാൻ പറ്റും, മീൻസ് നോക്കി കണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യമില്ലേ ജെൻസീൻ്റെ ഒരു ട്രെൻഡിലേക്ക് നമ്മളും കൂടി എത്തേണ്ടുന്ന ഒരു ആവശ്യമില്ലേ? ഉറപ്പായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രത്യേകിച്ച് മാർക്കറ്റിൽ അല്ലെങ്കിൽ കൾച്ചറലി പോലും ഇടപെടാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യയുടെ സിനിമകൾ കാണാൻ ആളില്ലാത്ത എന്തുകൊണ്ടാണ്? സൂര്യയുടെ ആ ഒരു ഓഡിയൻസ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഫഹദിൻ്റെ ഈ അടുത്തിടയ്ക്ക് വന്ന സിനിമയിൽ ഇപ്പോൾ ആവേശം, എന്തുകൊണ്ട് ആവേശം കാണുക? അത് യൂത്ത് അതിനോട് ചേർന്ന് നിൽക്കുന്നു, ആ ഒരു വൈബ് കണക്റ്റായി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നടന്മാർ തന്നെ അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള അല്ലെങ്കിൽ ആ വർക്ക് സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ നിലയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നീഷ്യൻസിനോട് ചേരുന്നുണ്ട്. അപ്പം ഓരോ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിലെ യൂത്തിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് അപ്ഡേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് സിനിമയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ എഴുതാനിരിക്കുമ്പോഴേ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബാലവൃദ്ധന്മാരെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു പ്രശ്നം നമുക്കുണ്ട്. നമ്മൾ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമുക്ക് മൂത്ത ആളുകളെ അല്ലെങ്കിൽ മുതിർന്ന വായനക്കാരെയൊക്കെ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് നമ്മുടെ കഥയൊക്കെ വെച്ച് എന്താടാ ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിലൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ ഈ ഏത് കാലഘട്ടം നിൽക്കുന്നു ആ കാലഘട്ടത്തിനെ പോലും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത പ്രശ്നങ്ങൾ എൻ്റെ എഴുത്തിലൊക്കെ ഉണ്ട്.
അപ്പൊ നിന്നൊക്കെയൊന്നും ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അയ്യോ എനിക്കൊരു ഇഷ്ടമുണ്ട്. പക്ഷെ ഞാൻ ആ രീതിയിൽ ഞാൻ ചിന്തിക്കാറില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എഴുതുന്ന സമയത്ത് എനിക്കൊന്ന് മനുഷ്യൻ്റെ ഇമോഷൻസ് എല്ലാം ബേസിക്കലി സെയിം ആണ്. അത് പണ്ട് കാലത്തും പ്രണയം എഴുതിയിട്ടുണ്ട്, ഇന്നും പ്രണയം എഴുതുന്നുണ്ട്, ഇനിയും പ്രണയം എഴുതും. ആ പ്രണയത്തിൻ്റെ നമ്മളതിനെ കൊണ്ടിടുന്ന സിറ്റുവേഷൻസ് മാത്രമേ മാറുന്നുള്ളൂ. ഇപ്പോൾ പ്രേമലു സിനിമയിൽ ആ ഒരു ലവ് പറയുന്നത് ഒരു ഇപ്പോഴത്തെ കാലത്ത് ഒരു കോപ്പറേറ്റീവ് വേൾഡിൽ നിന്നിട്ടാണ് ആ ലവ് സ്റ്റോറി പറയുന്നത്. പക്ഷെ കുറച്ച് പിറകെ പോകുമ്പോൾ ഒരു നാട്ടുമ്പുറത്തെ ലവ് സ്റ്റോറി ആയിരിക്കും. പക്ഷെ അവിടെ ബേസിക്കായിട്ട് വരുന്ന ഒരു തീം വാസ് ലവ്. അവിടെ വിരഹമുണ്ട്, പ്രണയമുണ്ട്. അപ്പം നമ്മൾ അതിന് ഈ ഒരു കാലത്തിലൊരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് അത് സംസാരിച്ചാൽ മതി എന്നുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ കുറേ വേർഡ്സ് പറഞ്ഞല്ലോ, പണ്ട് നമുക്ക് ആ വേർഡ്സ് ഇല്ല എന്നുള്ളൂ, പക്ഷേ ആ ഇമോഷൻസ് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു അഡാപ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇമോഷൻസിൽ സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും എഴുതാൻ ശ്രമിക്കാറ്. എന്ത് നമ്മൾ ഹേർട്ടാണോ അല്ലെങ്കിൽ ഹാപ്പിനെസ് ആണോ, എവിടെ എങ്ങനെ ആ സിറ്റുവേഷൻസിന് അവിടെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇമോഷൻ പുട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ ആ രീതിയിൽ ഞാൻ ചിന്തിക്കാറുള്ളൂ. അപ്പം ഇത്ര ഞാൻ ഡീപ്പായിട്ട് ഇനിയിപ്പോൾ എഴുതാനിരിക്കുന്ന പ്രശ്നം വരുമെന്ന് അറിയില്ല. എഴുത്തിൽ പറയുമ്പോഴേ എഴുത്തുകാരൊക്കെ ഈ പുതിയ കാലത്തോട് ഐക്യപ്പെടുക, പുതിയ കാലത്തെ വായനക്കാരെ കൂടെ വായന അവരുടെ ടേസ്റ്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മുടെ എം മുകുന്ദൻ ഏഞ്ചൽ മുറിയിലേക്ക് 100 ദിനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളി എഴുതിയിരിക്കുന്ന ഒരു ന്യൂജൻ നോവലാണ്. പുള്ളി പറയുന്നത് ന്യൂജൻ നോവലാണ്. അപ്പൊ അത് വായിക്കുമ്പോഴും അങ്ങനെ തന്നെ. അപ്പൊ എനിക്ക് തോന്നുന്നത് അതും എം മുകുന്ദനെ പോലെ അത്രയും മുന്നത്തെ തലമുറ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി മുന്നത്തെ ഒരു എഴുത്തുകാരൻ. അദ്ദേഹം വലിയ വലിയ നോവലുകളും സീരിയസ് ആയിട്ടുള്ള എഴുത്തുകളൊക്കെ കഴിഞ്ഞ് അവസാനം ഇപ്പൊ ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിനം എന്ന് പറഞ്ഞൊരു ഒരു ജെൻസി നോവൽ എഴുതാൻ അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുകയാണ്. എല്ലാ കാലത്തും ജെൻസി ആയിരുന്നു. അതെ, അപ്പൊ പുതിയ കാലത്തിന്റെ ഭാഷ അഡാപ്റ്റ് ചെയ്യുക, പുതിയ കാലത്തിനെ കൂടെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അതെൻ്റെ ഒരു സംശയമാണ്. ഇപ്പോൾ നിങ്ങൾ കോളേജിൽ പഠിക്കുന്നവരുണ്ട് എന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് ഓട്ടോഗ്രാഫിലൊക്കെ എഴുതുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രണയം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ പഴയ ആൾക്കാർ എഴുതിയ വരികളൊക്കെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പുതിയ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഇപ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ നീ മരിച്ചതായി ഞാൻ മരിച്ചതായി നീ കരുതിക്കൊള്ളുക ഇപ്പോഴും പത്മരാജൻ തന്നെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് പുതിയ എഴുത്തുകാരുടെ വരികൾ അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? എന്താ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ് പിന്നെ നിങ്ങൾ കാണുന്നത്? ഞാൻ കാണുന്നത് നിന്നയുടെയും അതുപോലെ ബിനീഷ് പുതുപ്പണത്തിന്റെയും ഒക്കെ വരികൾ ഇങ്ങനെ ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് തന്നെ വരുമ്പോ നിന്നെ ഫോൺ വിളിച്ചു, നിന്നെ വിജയോ എന്ന് പറഞ്ഞ കൂട്ടുകാരനാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ഇന്റർവ്യൂ, എടാ നീ ഒരുമിച്ചൊക്കെ ഇരിക്കാറായോ നിന്നെയായിട്ടൊക്കെ. അപ്പൊ അങ്ങനെയാണ്, ഭയങ്കര സുപരിചിതമാണ് ഇവരെല്ലാം. കൃത്യമായി ഇതില് ഏറ്റവും വലിയൊരു സന്തോഷം പുറത്ത് കാണിച്ചില്ലെങ്കിൽ സന്തോഷം. ഞാൻ ഈ അടുത്തല്ല സ്ഥിരമായിട്ടുണ്ടാകുന്ന സംഭവിച്ചാൽ ഈ പെമ്പിള്ളേരാണ് കുറേയൊക്കെ എൻ്റെ ബുക്കിന് ഭയങ്കര അഡിക്ഷനാണ്. അപ്പോൾ ഇവരെന്തെന്ന് വെച്ചാൽ ഇവരുടെ ബോയ് ഫ്രണ്ട്സിനോട് ഇങ്ങനെ എനിക്കൊരു ഈ ബുക്ക് ഗിഫ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറഞ്ഞ് ഇവരുടെ ബർത്ത്ഡേക്കോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇവൻസിൽ ഇവർ കഷ്ടപ്പെട്ടിരുന്ന സൈനൊക്കെ വാങ്ങിച്ചുകൊണ്ട് ബുക്ക് കൊണ്ടുപോകും. അപ്പോൾ ഒരു പയ്യനുണ്ടായിരുന്നു, കുറേ പിറകെ നടന്ന്, ഞാൻ നാട്ടിലാണ് മുംബൈയിലാണ്. അപ്പോൾ കുറേ പിറകെ നടന്ന് ഞാൻ അവസാനം ബുക്ക് സൈൻ ചെയ്ത് കൊടുത്തു. ഒരു 4 മാസം കഴിയുമ്പോൾ വരുന്നു, ചേച്ചി അവളെന്നെ കളഞ്ഞിട്ട് പോയി. അവൾ ലാസ്റ്റ് പോകുമ്പോൾ പറഞ്ഞ എന്താ അറിയോ, ചേച്ചിയുടെ ബുക്കിലെ ലാസ്റ്റ് വരി എന്നുവെച്ചാൽ അതിലിങ്ങനെ ബ്രേക്കപ്പ് ആകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ലൈക്ക് ഓക്കെ ഇത്രയും ഓർമ്മകൾക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അവർ ഞാൻ എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊടുത്തപ്പോൾ ബുക്ക് എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൽ കൊടുത്ത് ബ്രേക്കപ്പ് ആയി എന്നുള്ളത്. പക്ഷെ ഞാനതിന് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഞാൻ ടോക്സിക് ആണ് അവള് പറഞ്ഞു. ഞാൻ ശരിയായിരിക്കും, നീ ടോക്സിക് ആയിരിക്കും. ചേച്ചി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവളടുത്ത്. ഞാൻ അവളടുത്ത് പല ഉപദേശങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവരുടെ കൂടെ നടക്കുന്നതൊക്കെ സേഫ് അല്ല. അതാണ് ബുക്ക് വായിച്ചിട്ട് ബുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ പക്ഷെ പിന്നെ അവൻ പറഞ്ഞു അവള് പോയത് നന്നായതായിട്ട്, ഞാൻ കുറെ തിരുത്താനുണ്ട്, ഞാൻ കുറെ എഡിറ്റ് ചെയ്യാനുണ്ട്. അവനും പഠിച്ചു, അവന്റെ മിസ്റ്റേക്സ് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ട ശേഷം ഒരുപാട് ഡിവോഴ്സസ് ഉണ്ടായിരുന്ന പോലെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വായിച്ചപ്പോൾ കുറേ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്, കുറേ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നല്ല കാര്യമല്ലേ, നമ്മളെ ബുക്ക് വായിച്ചിട്ട്. ഞാൻ സെൽഫ് ലവിന്റെ അംബാസിഡർ ആയിട്ടാണ് ഇത്രയും കാലം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ബുക്ക് കുറച്ച് വന്നതിൽ പിന്നെ ബ്രേക്കപ്പിന്റെ ഇതായിട്ടും വരുന്നുണ്ട്. പക്ഷെ നല്ലതല്ലേ, ലൈക്ക് കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കടിച്ചു തൂങ്ങി മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനേക്കാളും ഇതല്ല എനിക്ക് വേണ്ടത്, ഇത് ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരാനുള്ള ഒരു കറേജ് അവർ എടുക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കോളേജുകളിലൊക്കെ ഇപ്പോഴും പിള്ളേര് ഈ പുതിയ കാലത്തെ എഴുത്തുകൾ മാത്രമല്ല, അപ്പൊ നമ്മൾ കാഫ്കേനെയും ദസ്തയേവ്സ്കിയെയും ഒക്കെ പറയുന്നവരുണ്ട്. അതുപോലെ ഈ അടുത്ത കാലത്താണല്ലോ നമ്മുടെ മറ്റേ നോവലല്ലേ
ഒരിക്കൽ എൻ മോഹൻ എത്ര കാലം മുന്നേ എഴുതിയ നോവല ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടത് ഈ അടുത്ത കാലത്താ. അങ്ങനെ ആ കാലഘട്ടത്തിലുള്ള അന്നും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോയ എഴുത്തുകളൊക്കെ ഈ കാലഘട്ടത്തിൽ നന്നായി ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. കാഫ്കയെ ജെൻസിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആളുടെ ഫാദറിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ ആ ഒരു എഴുത്തുകാരനായി ലൈക്ക് ആ ഒരു ലൈഫിൽ ജീവിക്കാൻ പറ്റാതെ പോയപ്പോൾ ആ പിള്ളേർ അതിന് ആ രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. ലൈക്ക് നമ്മളെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ജീവിക്കില്ല. അപ്പോൾ ആള് പറഞ്ഞു അപ്പോൾ പിള്ളേർ ഭയങ്കര എല്ലാം വായിക്കുന്നുണ്ട്. അവർ ഇന്നത് വായിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ബുക്ക് വായിക്കുന്നു എന്നൊന്നുമില്ല, എല്ലാ പുസ്തകങ്ങളും അവർ വായിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു. ഇവർ കുറേ കാലമായിട്ട് ചെറുപ്പത്തിൽ നന്നായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചറാണ്. അവർ കുറേ വായിച്ചുകൊണ്ടിരുന്നു, പിന്നെ വായന സ്റ്റോപ്പായി. അങ്ങനെ അവരുടെ ഫ്രണ്ട് ഈ ബുക്ക് എന്തോ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത ശേഷം ഇപ്പൊ 60ഓളം പുസ്തകങ്ങൾ അവർ വായിച്ചു. ഞാൻ കഴിഞ്ഞ വർഷം 60 പുസ്തകങ്ങൾ പോലും വായിച്ചിട്ടില്ല, 13 തേച്ച് വായിച്ചില്ല. 60 പുസ്തകങ്ങളാണ് ഒരു വർഷം വായിച്ചത്. അപ്പൊ ഇതൊരു സ്റ്റാർട്ടറായിട്ട് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബുക്ക് ഒരു സ്റ്റാർട്ടറായിട്ട് അവർ എടുക്കുകയാണ്. പിന്നെ അവർ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള റീഡിങ്ങിലോട്ട് പോവാന്ന് പറയുന്നത് നല്ല ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുണ്യയുടെ കഥയുണ്ട്, ബ്രേക്കപ്പ് പാർട്ടി എന്ന് പറഞ്ഞൊരു കഥ. അയ്യോ, പുണ്യയുടെ കഥ ഞാനിന്ന് ട്രെയിനിൽ വരുന്ന സമയത്ത് പുണ്യയുടെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ലാസ്റ്റ് ഈ വർഷം കഴിഞ്ഞ വർഷം അവസാനിക്കുമ്പോൾ വായിക്കണം എന്ന് വെച്ചതാണ്. എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല. ഇത് വായിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പുണ്യയുടെ ഫസ്റ്റത്തെ അതിൻ്റെ കഥയുടെ പേരെന്തായിരുന്നു? ഫോട്ടോ. ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് കുറേ കാര്യം ഇങ്ങനെ വിഷമം വരും, സങ്കടം വരും. അപ്പോൾ എനിക്കിങ്ങനെ വന്ദേ ഭാരത് ഇങ്ങനെ കരച്ചിൽ വരികയാണ്. നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ആലോചിക്കുന്ന സമയത്ത് പുണ്യ എനിക്ക് തോന്നുന്നു ആ ഫോട്ടോയിലാന്ന് തോന്നുന്നു ലൈക്ക് ഈ ഒരു തോളലിൻ്റെ ഭാഗത്തെ വേനൽക്കാലത്ത് ഉണ്ടാവുന്ന എന്തൊരു വരണ്ട എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ ചിന്തിക്കണത്. അപ്പൊ ഞാൻ ആ രീതിയിൽ എങ്ങനെ എഴുതാൻ പറ്റുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ അറിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആളുകൾ എഴുതുന്ന കാണുമ്പം എനിക്കതിനെ എഴുതണമായിരുന്നു, ഇവരെങ്ങനെ ഇത് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും ഭയങ്കര എന്താ പറയാ ആരാധനയ്ക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥകൾ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഥകളും കവിതകളും എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല. അപ്പം എനിക്ക് നോവൽ എഴുതുമ്പോൾ നമുക്ക് ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് എഴുതിപ്പോ. പക്ഷെ കഥകൾ ഇത്രയും വലിയൊരു ആശയത്തെ ചുരുക്കി എഴുതി വെക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ഷോക്കേസിൽ ഇപ്പോൾ കുറേ ട്രോഫികളൊക്കെ നമുക്ക് കിട്ടില്ല. ഇപ്പോഴും ഞാൻ പൊടി തുളച്ച് വെക്കുന്ന ഒരു ട്രോഫി എന്ന് പറഞ്ഞാൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ആളുടെ വീട്. ഒരു കവിതാരചനാ മത്സരം നടത്തിയായിരുന്നു. അതിൽ എനിക്കൊരു 3ാം സമ്മാനം കിട്ടിയായിരുന്നു. അതെ, പണ്ടൊരു കവിയായിരുന്നു. അതെനിക്ക് ഇപ്പോഴും അത് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കൊരിക്കലും നേടാൻ പറ്റാത്ത കാര്യങ്ങളോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല. അപ്പൊ ഞാൻ ഇന്നും അതെപ്പം പോയാലും പൊടി തട്ടി അവിടെ ഇരിക്കും. കവിതയ്ക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാൻ അതിനെ ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യം. പുണ്യയുടെ ബുക്ക് ലൈക്ക് ഭയങ്കര രസമാണ്. അത് പക്ഷെ ഒറ്റയടിക്ക് വായിക്കാൻ പറ്റില്ല, വെറുതെ ഇങ്ങനെ വായിച്ചു പോകാൻ പറ്റില്ല, വരികൾക്കിടയിലൂടെ വായിക്കണം. ബട്ട് ഇറ്റ് ഈസ് സോ ഗുഡ്. മൂന്ന് സ്റ്റോറി ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ഒരു വഴിക്ക് സിമ്പിൾ ആക്കാൻ നോക്കി